Hello friends, welcome back to my channel. അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ വ്ളോഗ്സും കണ്ടന്റ്സും ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എൻ്റെ പുതിയ വ്ളോഗ്സ് അപ്ലോഡ് ആകുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആദ്യം നട്ടുപിടിപ്പിച്ച 5 ഗ്രോ ബാഗുകൾ ഇരിക്കുന്നുണ്ടോ. ഇതിൽ നമുക്ക് ഈ 3 എണ്ണത്തിലാണ് നല്ലോണം ഗ്രോത്ത് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, നൈസായിട്ട് നല്ല ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലും വന്നിട്ടുണ്ട്. പിന്നെ അതേ ഇതിൽ 2 എണ്ണം ഓൾറെഡി നന്നായി വന്നിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരാളിവിടെ ചെറുതായിട്ടൊന്നും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആദ്യം നട്ടുപിടിപ്പിച്ച 5 ഗ്രോ ബാഗുകളുടെ ഗ്രോത്ത്. അത്യാവശ്യം റിസൾട്ട് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പരിപാടികൾ നോക്കാം. നമുക്കിവിടെ ഒരു ഗ്രോ ബാഗ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് ആദ്യം എന്തായാലും മണ്ണ് നന്നായിട്ട് നനച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് നടാനുള്ള വിത്തുകൾ ഈ ഗ്ലാസ്സിലിട്ട് വെച്ചിട്ടുള്ളത്. ഇപ്പുറത്ത് 2 എണ്ണം വേറെ ഇരിപ്പുണ്ട്. അത് നമ്മളിന്ന് ടയറിലും കൂടെ നടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ എന്തായാലും ഇപ്പോൾ ഈ ഗ്രോ ബാഗുകളിൽ 3 ഗ്രോ ബാഗുകൾ നമുക്ക് എംപ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഈ സീഡ്സ് നടാം. സീഡ്സ് ഞാൻ കാണിച്ചു തരാം ഏതൊക്കെയാണ്. ഈ പച്ച കളർ കാണുന്നതാണ് വെണ്ടയ്ക്ക. പിന്നെ അടിയിൽ കിടക്കുന്ന 2 എണ്ണം അമര. പിന്നെ ബാക്കിയുള്ള സീഡ്സാണ് വെള്ളരിക്ക. അപ്പോൾ നമുക്കിതിൽ വെണ്ടയ്ക്ക എന്തായാലും ഈ ഗ്രോ ബാഗുകളിൽ നമുക്ക് നടാം. ആദ്യം നമുക്ക് വെണ്ടയ്ക്ക തന്നെ നടാം. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക നടുകയാണ്. നമ്മൾ വെണ്ടയ്ക്ക നട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ വെള്ളരി. അപ്പോൾ നമ്മൾ അടുത്തത് വെള്ളരി നടാം. ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അധികം നമ്മൾ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. മണ്ണിലോട്ടൊന്ന് ഇങ്ങനെ താഴ്ത്തി കൊടുക്കുക. അത്ര മാത്രമേ ചെയ്യണ്ടൂ. അപ്പോൾ നമ്മൾ ടയറൊക്കെ ഇവിടെ മണ്ണൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ച് 4-5 ടയറുണ്ട്. അതിൽ ഓൾറെഡി നമ്മൾ കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയോ ഗ്രോ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിലാണ് സീഡ്സ് നടാൻ പോകുന്നത്. നമുക്കെന്തായാലും ഇതൊന്ന് സോയിലൊന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് സോയിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതതിൻ്റെ സീഡ് നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്തിന് അത് കുറച്ച് നല്ലോണം ബെനിഫിറ്റ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായി സോയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സീഡ് നടാം. ഇതാണ് നമ്മുടെ സീഡ്. ഇത് ചീരയാണ്. ചീര നമ്മൾ ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് ചീര അതിലേക്ക് നട്ടു കൊടുക്കാം. നമ്മൾ ചീര ഓൾറെഡി ഇതിലേക്ക് നട്ട് കഴിഞ്ഞു. ഇനി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ടയറിലും നന്നായിട്ട് സോയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളിനി പോകാൻ പോണത് മുളകാണ്. മുളക് നമുക്ക് ഇതേമാതിരി നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുളക് സ്പ്രെഡ് ചെയ്ത് അങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആ സോയിലൊന്നും കൂടെ ഒന്ന് അതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ നന്നായിട്ട് സോയിലൊന്ന് അതിൻ്റെ മുകളിലൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നന്നായിട്ടൊന്ന് വെള്ളം കൊടുക്കാം. നമുക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പോൾ കുറേ പേര് ചോദിച്ചുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാനത് കാണിക്കാമെന്ന് വിചാരിച്ചത്. കുറേ പേര് ചോദിച്ചു കൃഷി നിർത്തിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിർത്തിയിട്ടൊന്നുമില്ലായിരുന്നു, ജസ്റ്റ് അതിനെ ഗ്രോ ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇപ്പം ഇന്ന് വീണ്ടും കുറച്ചും കൂടെ സീഡ്സ് കിട്ടിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇതും കൂടെ കാണിച്ചു തരാമെന്നുള്ളതുകൊണ്ട് ഇന്ന് ഇട്ടതാണ്. പിന്നെ ഇങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ എങ്ങനെ ഈ ആക്ടിവിറ്റീസൊക്കെ ഫോളോ ചെയ്താൽ മതി. കാരണം നമ്മളിപ്പോൾ ഒരു സീഡ് ഓൾറെഡി അതിൽ നട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനെ എന്നും നന്നായിട്ട് കെയർ ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ കാര്യമില്ല. കാരണം നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ നോക്കാതെ ജസ്റ്റ് പോയി കഴിഞ്ഞാൽ അതങ്ങനെ ഗ്രോത്ത് ഒന്നും കിട്ടില്ല. നമ്മൾ എന്നും അതിനെ കെയർ ചെയ്താൽ മാത്രമേ അതിന് നല്ല ഇങ്ങനത്തെ ഗ്രോത്ത് കിട്ടുള്ളൂ. അപ്പോൾ ഞാനെന്നും കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ടൈം ആയതിന് വാട്ടർ കറക്റ്റായിട്ട് നമ്മൾ എന്നും കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ വാട്ടർ കറക്റ്റായിട്ട് കിട്ടുന്നു, പിന്നെ സൺലൈറ്റിൻ്റെ ഒരു ബെനിഫിറ്റും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഗ്രോത്ത് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ പല അടിപൊളി ഐഡിയാസും വെറൈറ്റി പരിപാടികളുമായിട്ട് നമുക്ക് എൻ്റെ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്.